ഹായ് ഗൈസ്, വെൽക്കം ടു അപ്പൊ നമുക്ക് ഇൻട്രോ പറഞ്ഞിരിക്കുന്നത് ഞാനൊക്കെയാണ്. സോ പറ. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ അമ്പലത്തിൽ പരിപാടി, പള്ളിയിൽ പരിപാടി, അങ്ങനെ കുറെ പരിപാടിയാണ്. അപ്പൊ നമ്മൾ ഇന്ന് അമ്പലത്തിൽ ഉത്സവം, പള്ളിയിൽ പെരുന്നാൾ, ഇതിനെല്ലാം പോവുകയാണ്. അപ്പൊ ഇതിന് നമ്മൾ പോയിട്ട് വരും. ഇതിന് അതൊക്കെ ഇന്ന് ഇവരെല്ലാം സ്ലീപ്പ് ഓവറാണ് ഗൈസ്. ആൻഡ് ഇതിന് മുമ്പ് ഞങ്ങൾ കുറച്ച് ഷോട്ട് എടുത്തായിരുന്നു, അതാദ്യം നിങ്ങൾ പോയി കണ്ടിട്ട് വരാം ഗൈസ്. അപ്പോൾ ബൈ ഗൈസ്. ഹലോ ഗൈസ്, അപ്പം ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങൾക്ക് ശരിക്കും സെം ബ്രേക്കാണ്. ഇനിയും ഡിസംബർ 10 ഇനി ക്ലാസ് തുടങ്ങുള്ളൂ. അപ്പം ഇപ്പം ഇങ്ങനെ അവധിയാണ്. അപ്പം എന്താ ഇന്ന് പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ എൻ്റെ ഇവിടെ പള്ളിയിലും അമ്പലത്തിലെല്ലാം ഒരുമിച്ച് മറ്റേ പെരുന്നാളും ഉത്സവം എല്ലാം വന്നേക്കാം. അപ്പം എൻ്റെ വീട്ടിൽ കയറി. അപ്പം ഞാൻ ചുമ്മാ അഞ്ചിയോടും യൂണിവേഴ്സിനോട് അറിയാതെ ചോദിച്ചു, നിങ്ങൾ വരുന്നോ? കാരണം ഈ അമ്പലത്തിന് പള്ളിയിലേക്ക് ഇങ്ങനെ രാത്രി നല്ല രസമല്ലേ, ഈ ലൈറ്റ് ഇട്ടിട്ട് അതുകൊണ്ട് നടക്കാൻ നല്ല രസമാണ്. അപ്പം ഞാൻ അവന്മാർ ചോദിച്ചപ്പോൾ അവന്മാർ വരാൻ പറഞ്ഞു. അപ്പോൾ അവന്മാർ ഇന്ന് വന്ന് ഇവിടെ സ്റ്റേ അടിക്കാനാണ് പ്ലാൻ. അപ്പം എനിക്ക് പിന്നെ ഇതൊരു കുഞ്ഞു ബ്ലോഗ് ആക്കിയെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു. അപ്പം ഇന്ന് അവന്മാരൊരു ഇപ്പോൾ ഉച്ചയായതേ ഉള്ളൂ, 4 മണിക്കാകുമ്പോഴേ അവന്മാർ വരത്തുള്ളൂ. എന്നിട്ട് ഞങ്ങൾ ആദ്യം അമ്പലത്തിൽ പോയിരിക്കും, പിന്നെ ഇന്നത്തെ അമ്പലത്തിൽ ഘോഷയാത്ര എന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ പള്ളിയിൽ പോകും. അതാണ് എൻ്റെ പ്ലാൻ. അപ്പം എല്ലാം ഈ ബ്ലോഗിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പം ഇനിയിപ്പം അവന്മാർ വന്നിട്ട് നോക്കാം. ബൈ ഗൈസ്. അങ്ങനെ അനഘാദേവിയും യൂനിസും എത്തിയിരിക്കുന്നു ഗൈസ്. വീട് മാറി കയറിയാണ്. പിന്നെ ഇവള് പറഞ്ഞോണ്ട് ഞങ്ങൾ ഇവിടെ എത്തി. വീട് മാറി വീട്ടിൽ കയറണ്ടായിരുന്നു, അതാണ്. കാരണം ലൊക്കേഷൻ അവിടെ കൊണ്ട് തീർന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴേക്കും ഇവിടെ പറഞ്ഞു ഇതാ ബാക്കി അവൾക്ക് വീട് അറിയാവുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ഞങ്ങള് എവിടെയായിരുന്നു? ഞങ്ങൾ അശ്വിനിയുടെ വീട്ടില്. ഇപ്പുറത്ത് ദേവി കിടപ്പുണ്ട്. അശ്വിനി എവിടെ നിന്ന് എന്തൊക്കെയോ മൊഴിയുന്നുണ്ട്. പിന്നെ അഞ്ചിയും കൂടെ വരാറുണ്ട്. അശ്വിനി എവിടെ നിന്ന് ഡ്രസ്സ് മാറുകയാണ്. ഇവിടെ ഒരു ഫെയറി ലൈറ്റ് ഇടാനുള്ള ശ്രമത്തിലാണ്. അപ്പോഴത്തെ അശ്വിനിക്ക് വട്ടായി ഗൈസ്. രാത്രി ദേവിയാണ് സെല്ലോ ടേപ്പ. അവൾ ആകാശത്ത് നിൽക്കുകയാണ് ഗൈസ്. അവൾ എയറിലാണ്. അഞ്ചി വന്നിരിക്കുന്നു. അഞ്ചിയാണ് ആദ്യം എത്തിയിരിക്കുന്നത്. വളരെയധികം അടുത്ത 10 മിനിറ്റുള്ള അവളാണ് ആദ്യം എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാലേ മനസ്സിലാവും. അമ്മ പറഞ്ഞിട്ട് പണിയെടുക്കും അനുസരണയുള്ള കുട്ടി. അമ്മ ഷൈയാണ്. ഓക്കെ, അമ്മ പറഞ്ഞിട്ട് നമ്മള് കാപ്പിക്കുരു എടുക്കാൻ പോവാ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അശ്വതിയുടെ കൃഷി. കാപ്പിക്കുരു കാണിക്കാത്ത കാപ്പിക്കുരു. ഇതിനകത്ത് നിന്നാണ് നമുക്ക് ശുദ്ധമായ കാപ്പി കിട്ടുന്നത്. അതെ അതെ, നല്ലതായിട്ട് റിഫൈൻ ചെയ്തിട്ടാണ് കാപ്പി. അശ്വതി അങ്ങനെയാണ് കുടിക്കുന്നത്. അതായത് ബ്രൂവും അല്ലാത്ത കമ്പനി ഒന്നും യൂസ് ചെയ്യാറില്ല. നമ്മുടെ ഓൺ കാപ്പിപ്പൊടിയാണ് വർഷത്തെ കർഷകശ്രീ വാങ്ങിക്കാൻ പോകുന്നത്. അതെ, എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് കമന്റ്സ്. ഒരു ചക്ക, കുഞ്ഞു ചക്ക. അശ്വനിയുടെ ഹോം ടൂർ. കടച്ചക്ക, വാഴ. കടച്ചക്ക ശരിയാ. വാഴ ഫസ്റ്റ് വാഴ ഓഫ് ദി ഹൗസ്. സെക്കൻഡ് വാഴ ഓൺ ദ ബിഹൈൻഡ് ക്യാമറ. അല്ലല്ല, ഈ ഹൗസിലെ അല്ലല്ലോ. ഹൗസിൽ ഞാൻ എന്റെ വീട്ടിലെ യൂണിയുടെ വീട്ടിലെ വാഴ. അനഘയുടെ വീട്ടിലെ ആദ്യത്തെ വാഴ. നിനക്ക് അനിയനുണ്ടല്ലോ. അതാ പറഞ്ഞ നിങ്ങളെല്ലാരും ആണ്. ഞാൻ രണ്ടാമത്തെ വാഴയാ. സോറി. നമ്മളപ്പം അമ്പലത്തിലേക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവളുടെ അമ്മ ഒരുപാട് നിർബന്ധിച്ച് വണ്ടി എടുത്തോണ്ടോ, പക്ഷെ ഞങ്ങൾക്ക് പ്രകൃതി രമണി അതാണ് ഞങ്ങൾ വണ്ടി എടുക്കുന്നില്ല തീരുമാനിച്ചു ഗൈസ്. ഗൈസ് ഇങ്ങനെ ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അഞ്ചും പുറകിലുണ്ട്. നമ്മളെ പറ്റിച്ചു. അമ്പലത്തിൽ പോകാന്ന് പറഞ്ഞിറങ്ങി, ലേറ്റായി, ഏതോ ഊടുവഴി കയറി. എന്നിട്ട് നമ്മളിപ്പോ പള്ളിയിലോട്ട് പോവാം. അയ്യോ അയ്യ, അവിടെ ഞങ്ങളെ പറ്റിച്ച് ഞങ്ങളെ വെറുതെ നടത്തിച്ച് പറ്റിച്ച കുട്ടി നിൽക്കുന്നു. പോസ്റ്റ് അടിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ ഈ കാണുന്നത്.
ഗൈസ് അഞ്ചിയും യൂനിസും ഫ്രണ്ട് നടക്കുക, പക്ഷെ തിരിക്കാൻ പറ്റത്തില്ല ഭയങ്കര. അങ്ങനെ അമ്പലത്തിലെ പരിപാടികളും തൊഴിലും എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങള് കഴിക്കാൻ പോവാണ്. ഫുഡ് അതാണ് ഇനി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. ഇവിടെ നിന്ന് അശ്വിനിയുടെ വീട് വരെ നടക്കണം. അമ്പലത്തിൽ കുറച്ചേറെ നടക്കാറുണ്ട്. അശ്വിനി കൊണ്ടുവന്നാത്ത വഴി ആയതുകൊണ്ട് കുഴപ്പമില്ല. അതെ അതെ അതെ. ഞങ്ങൾ നേർവഴി കൂടെ ഒരു ഇത് വാങ്ങിച്ചു. ഏതാ മറ്റേ മെഹന്തി മെഹന്തി. അത് അശ്വിനി രാത്രി ഇട്ട് തരുന്നതായിരിക്കും ഞങ്ങൾക്ക്. അത് ഞങ്ങൾ കാണിച്ചു തരാം. ഓഫ് കോഴ്സ്. ഇന്ന് ഞങ്ങളുടെ മെഹന്തി ഫംഗ്ഷൻ. 2 minutes later. അങ്ങനെ ഞങ്ങള് കഫേ കഴിക്കാൻ മോന്ന് തിരിമോന്ന് കഴിക്കുക. അശ്വിനിയുടെ ചെലവാണ്. അതെ അതെ. വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കുന്ന സ്ട്രോങ് ആൽബിയുടെ സ്ട്രോങ്. ഇവരെല്ലാരും ഉണ്ടായിരുന്നു. ആൽബി ചന്ദനം പോയോ? ആൽബി ചന്ദനം പൊളി പൊളി പൊളി. ആൽബി നമ്പൂതിരി. 2 hours later. രാത്രിയായി. ഞങ്ങളിപ്പം ചായവാലയിലൊന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. നല്ല മൂടൽമഞ്ഞുണ്ട് ഇവിടെ. ഞാൻ വിറച്ചാണ് ഇരിക്കുന്നത്. ബട്ട് കൊള്ളാം. നമ്മളങ്ങനെ രാത്രിയിൽ ഇവിടെ ചായവാല വന്നേക്കുവാണ്. പറയണ്ടല്ലേ, ഞങ്ങൾ ചായവാലല്ല കഴിച്ചു. ഞങ്ങളിപ്പോൾ ഇവിടെ ചായ കുടിക്കുകയാണ്. നിങ്ങളെ കാണാമോ? അതാണ് ചായ. ചായവാലയിലെ ചായ കുടിച്ചു. Much later. ദേവി ഞങ്ങളിവിടെ ഇപ്പോൾ ഒരു ഡാൻസ് എടുക്കാനുള്ള പുറപ്പാടിലാണ്. സത്തിരിപ്പുണ്ട്. അല്ലെങ്കിൽ അവിടെ നടക്കുന്നു. സമയം ഇപ്പം 12:30 ആവാറായി ഗൈസ്. സമയം ഞാൻ ഇപ്പൊ 12:30 ആയി ഗൈസ്. തൊപ്പിക്കാര കല്യാണം ഏതാ അപ്പക്കുട്ടൻ? ഇതാണ് അനഘാതെ എന്ന് പറയുന്ന കുട്ടി. ഞങ്ങള് ഉറങ്ങാൻ പോവല്ല, വേറൊരു പരിപാടി ചെയ്യാൻ പോവാ. അപ്പം അതിന്റെ ഭാഗമായിട്ട് അവൾ ഒതുങ്ങിയിരിക്കുകയാണ് ഗൈസ്. അപ്പം നമുക്ക് വീഡിയോ എടുത്ത് പിന്നെ കാണാം കേട്ടോ. റീലെടുക്കൽ അപാരത. എന്തോ പാതയാണ് ഞങ്ങൾ കണ്ടുപിടിച്ചത്. കൊള്ളല്ലേ ഗൈസ് ഞങ്ങളെ കാണാൻ. അവൾ ലൈറ്റ് ഓഫ് ആക്കി. നൈസായിട്ടുണ്ട്. അപ്പം ഇപ്പൊ സമയം എത്ര യൂണിസ്? ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ വൈബ് ചെയ്യാം. ഇത് ഓക്കെ. ഈ സമയം 2:04 ഗൈസ്. ഞങ്ങളിവിടെ ഇങ്ങനെ ഇതുണ്ടോ, ഞങ്ങളിവിടെ പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ വൈബ് ചെയ്തോണ്ടിരിക്കും. The next day. ഗൈസ് അപ്പം ഇന്ന് പിറ്റൂസ് രാവിലെയായി. ഞങ്ങളിപ്പം ഇന്നലെ 3 മണി കണ്ടായി ഗൈസ് ഉറങ്ങിയപ്പം. അതുകൊണ്ട് ഇപ്പം 9:30 ആയി. ഞാനും യൂനിസും എണീച്ചു. യൂനിസിനെ ഞാൻ കാണിച്ചു തരാം.
ഗൈസ് യൂണിസ് ഇപ്പം യൂണിസ് പല്ല് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നു. അഞ്ചയും അല്ലെങ്കിൽ എണീച്ചിട്ടില്ല, അവർ രണ്ടും ഇപ്പോഴും ഉറക്കമാണ്. അവരിനി എണീക്കണം. പിന്നെ ഞാൻ പല്ലേക്കാൻ പോവാം ഗൈസ്. പല്ല് വെച്ചിട്ട് ഇനി വീണ്ടും കോളേജിൽ പോകണം. ഇന്നത്തെ ഡ്യൂട്ടി. അപ്പോൾ ഇനി ഞാൻ പറ്റുന്ന അവരെ കാണിച്ചത്. അഞ്ച് ഇതുവരെ എണീച്ചില്ല ഗൈസ്. അതിനൊക്കെ എണീച്ചിട്ട് കുത്തിയിരിക്കുന്നു. ഗൈസ് ഞങ്ങളങ്ങനെ കോളേജിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. ഇപ്പം ഞങ്ങളാണെങ്കിൽ ഇവിടെ വളരെയധികം ലേറ്റായി ഞങ്ങൾ എണീച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഞങ്ങൾ തന്നെ കുക്ക് ചെയ്ത് ഉണ്ടാക്കണം. അപ്പോൾ ദോശയാണ്, ദോശ ജസ്റ്റ് ചുട്ടാൽ മതി. അപ്പോൾ ഇവിടെ ഇപ്പോൾ യൂനിസ് നെയ് റോസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഗൈസ് യൂനിസ് ഈസ് മേക്കിംഗ് നെയ് റോസ്റ്റ്. നെയ് റോസ്റ്റ് ഉണ്ടാക്കി. നെയ് റോസ്റ്റ് ഗൈസ്, ഞങ്ങൾ ഉണ്ടാക്കിയ നെയ് റോസ്റ്റ്. ഗൈസ് അനഘാദേവി കുളിക്കാൻ കയറിയിട്ട് 1 മണിക്കൂറായി, ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ മൂന്നുപേരും മാത്രമേ ഉള്ളൂ ഗൈസ്. അനഘാദേവി ഇനി കുളിച്ചിട്ട് വരണം. അങ്ങനെ ദേവി വന്നിട്ട് വീണ്ടും ഒരുങ്ങാൻ പോകുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും പോയി. നമ്മുടെ നെയ് റോസ്റ്റ് എക്സ്പേർട്ട് ആയിട്ടുണ്ട് നമ്മുടെ യൂനിസ്. യൂനിസ് പറയൂ, ഹൗ എങ്ങനെയാണ്? ഇത് ഞാൻ ഉണ്ടാക്കിയ കാപ്പിയാണ്, അറിയോ? ഇപ്പോൾ 5 എല്ലാവർക്കും വായിത്തൊന്ന് വിളിക്കാം. ബിക്കോസ് ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾ കുക്കിങ്ങിലാണ്. ഒരാള് ദോശ ഇടുന്നു, ഞാൻ കാപ്പി ഉണ്ടാക്കുന്നു. അതുകൊണ്ട് 5 ഞങ്ങൾക്ക് വായി തന്നോണ്ടിരിക്കുക ഗൈസ്. ഒരാളെ ഇപ്പൊ ഇവിടെ നന്നോളിക്കുന്നത്. ദേവി ഇപ്പോഴും ഒരുക്കുന്ന കേട്ടില്ല, ഞാൻ കാണിച്ചത്. ദേവി ഇപ്പോഴും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. 5 ഇവിടുത്തെ അമ്മ എല്ലാവർക്കും വായി തരുന്നത്. ഒരാള് ചുട്ടിടുന്നു, ഒരാള് വായി തരുന്നു. നമ്മൾ ഇറങ്ങി കോളേജിലോട്ട് പോവാണ്. എൻ്റെ പെട്രോൾ ഇപ്പൊ തീരും, അതുകൊണ്ട് ഞങ്ങൾ പെട്രോൾ എടുക്കാം. സോ ഞാൻ കോളേജിൽ പോയിട്ട് കാണാം. കോളേജിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പം. 5 വണ്ടിക്ക് പെട്രോൾ ഇട്ടില്ല. അപ്പം ആദ്യം പെട്രോൾ അടിക്കാൻ പോവാം. 1 eternity later. അങ്ങനെ നമ്മൾ കോളേജിൽ എത്തിയിരിക്കുന്നു. ലേറ്റ് ആയി എനിക്ക് നല്ല വിഷമം. ലേറ്റ് ആയി. 11 മണിക്കായിരുന്നു പരിപാടി. ഞങ്ങൾ 11 എത്തിയപ്പം 11 മണിയായി. ഇപ്പൊ എത്തിയപ്പം 11:15 അല്ലേ? കുഴപ്പമില്ല, നമ്മൾ ലേറ്റ് ആയിട്ട് കയറാം. ഗൈസ് ഞങ്ങൾ ഇവിടെ ആരും വന്നില്ല. 11 മണിക്ക് തുടങ്ങേണ്ട പരിപാടി ഇതുവരെ ആരും വന്നില്ല ഗൈസ്. ഞങ്ങളിപ്പോഴും ഇവിടെ വെറുതെ ഇരിക്കുകയാണ്. ഞങ്ങൾ കഴിക്കാൻ ഷെറാസിലെത്തി. ഗൈസ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് അഞ്ചിയുടെ സ്ഥലമാണ്. വേറൊരു പാലം സ്ഥലം വൈറ്റാട്ടി പാലം. അങ്ങനെ തിരിക്കണ്ടായിരുന്നു. ഇനി ഇതാണ് ഇവിടെ പറഞ്ഞ പാടം. ഭയങ്കര കാണിക്കില്ല, ഫുൾ കണ്ടാമിനേറ്റഡ് ആണ് ഇവിടെ. നമുക്കൊരു 5 മണി എത്തി കിട്ടും, പക്ഷെ ഇപ്പൊ കാറ്റില്ല. അപ്പൊ ഞങ്ങൾ ചുമ്മാ ഇറങ്ങിയാണ്. ഇപ്പം എന്റെ എന്നെ നമ്മൾ അമ്മ വീട്ടിലോട്ട് കയറും. എന്റെ അതെന്താ കാണിക്കും. എന്താണ്, എങ്ങനെയുണ്ട് വൈറ്റാട്ടി പാലം? കാറ്റില്ല. കാറ്റ് വരുമോ? കാറ്റ് വരും. 5-4 ആ സമയം. പക്ഷെ ഇപ്പം 2:30 സമയം. ഗൈസ് ആ പാടത്തിലൊരു ബഫല്ല പോസ്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു. 0.5 എടുക്കുമ്പോൾ കൊള്ളാം. ഗൈസ് നമ്മൾ 5 വീട്ടിൽ എത്തിയിരിക്കുന്നു. ഹായ് ഗൈസ്, ഞങ്ങൾ 5 വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനിയിപ്പം 5 ഡ്രസ്സ് എടുക്കാൻ പോവാം. ഞങ്ങൾ അകത്ത് കയറിയിട്ട് ബാക്കി ഷൂട്ട് കാണിക്കാം.
ഗ്രഹനാഥ് ഞങ്ങളൊക്കെ തൊട്ട് വിളിക്കുകയാണ്. പ്രൊഫഷണലായിട്ട് ഷൂ ലേസ് കെട്ടുന്ന രണ്ടുപേരും കൊണ്ടേയിരിക്കുകയാണ് ഗൈസ്. വി ആർ ഇൻ ആൻറ്റീസ് ഹോം. അടുത്ത വീട്ടിലെത്തിയിരിക്കുന്നു. അനഘാദേവി പ്രകൃതി ഭംഗി ആസ്വദിച്ച് അങ്ങോട്ട് പോവുകയാണ്. മുടി വെട്ടുന്നതിന് മാത്രം ഗൈസ് അഞ്ചിയൊക്കെ വരുന്നുണ്ട്. അഞ്ചി ആൻഡ് യൂനിസ്. ഗൈസ് അഞ്ചി ആൻഡ് യൂനിസ് അങ്ങനെ ലാസ്റ്റ് എത്തിയിരിക്കുന്നു ഗൈസ്. അവരെത്തി. ഞങ്ങൾ അഞ്ചിയുടെ വീടിന്റെ മതിൽ ചാടാൻ പോവുക. ബിക്കോസ് ഞങ്ങൾ ട്രാപ്ഡായി. ഞങ്ങൾ ഇവിടെ വരെ വന്നപ്പോഴാണ് അഞ്ചി പറയുന്നത് ഗേറ്റ് പൂട്ടിയേക്കുക, ഗേറ്റിന്റെ താക്കോലില്ലെന്ന്. ഇനിയിപ്പോൾ മതിൽ ചാടുക, അതാണ് രക്ഷ. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ മതിൽ ചാടാൻ പോകുക ഗൈസ്. അഞ്ചി ആദ്യമേ മതിൽ ചാടി അകത്തെത്തി. ഇനി ഞങ്ങൾ പുറകെ പോവുക. ഇനി ഞാനും ചാടട്ടെ ഗൈസ്. അമ്മേ ഗോഡ്. ഈ മതിൽ കുഞ്ഞതായതുകൊണ്ട് രക്ഷപ്പെട്ടു ഗൈസ്. അഞ്ചിയുടെ വീട് മൊത്തം ഇപ്പം പുല്ല് പിടിച്ച് കിടക്കുകയാണ് ഗൈസ്. ബിക്കോസ് ഇവിടെ ഇപ്പം ആരും ഇല്ലല്ലോ. അതുകൊണ്ട് ഇനി ഇത് ഫുൾ ക്ലീൻ ആക്കണം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ അടിച്ചു പൊട്ടിക്കുക.